ഈ 6 മണിക്ക് ശേഷം പോളിംഗിൻ്റെ മൊത്തത്തിലൊരു മൂഡ് കണ്ടിട്ട് ഇതാ UDF വരാൻ പോകുന്നു എന്ന മട്ടിൽ പറയുന്നതിന് ഈ പോളിംഗിനകത്തും നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും ഒരു സൂചന കിട്ടിയെങ്കിൽ അതൊന്ന് വിശദീകരിക്കാമെന്ന് ചോദിക്കുകയാണ് ഞാൻ. തീർച്ചയായിട്ടും കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഞങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഞാൻ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട്ട് ബൂത്തുകളിലൂടെ ശ്രീ MK രാഘവൻ MP ബൂത്തിൽ പോകാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അങ്ങനെ പോയി കോഴിക്കോട് നിന്ന് രാവിലെ 7 മണിക്ക് ആരംഭിച്ച് ഏകദേശം എലത്തൂർ എത്തുമ്പോഴേക്കും ആ ട്രെൻഡ് നമ്മൾക്ക് അറിയാമായിരുന്നു. കൂട്ടമായി ആളുകൾ വന്ന് വോട്ട് ചെയ്യുന്ന ട്രെൻഡ് സമാനമായ ട്രെൻഡായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുണ്ടായത്. അതേ ട്രെൻഡ് നിങ്ങൾക്കൊക്കെ അന്വേഷിച്ചാൽ അറിയാം. ഉച്ചയ്ക്ക് 1 മണി വരെ ആയിരുന്നു ബൂത്തുകളിൽ തിരക്കുണ്ടായത്. ആ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ തിരക്ക് അവർ വളരെ ഡിറ്റർമിനേഷനോട് കൂടി വന്ന് വോട്ട് ചെയ്താണ്. ഞങ്ങൾക്കറിയാം, അത് ബൂത്തിൽ ഞങ്ങൾക്കറിയാം. ആ വന്ന് വോട്ട് ചെയ്യാൻ ഞങ്ങളുടെ തന്നെ അലസത പല തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ഫേസ് ചെയ്ത ആളുകളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വൈകുന്നേരം വരെ പണിയെടുത്തിട്ടും ഞങ്ങളുടെ അനുഭാവികളായ വോട്ടർമാരെ എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്താണ്. പ്രത്യേകിച്ചും കോഴിക്കോട് പോലെയുള്ള ജില്ലകൾക്കകത്ത് ഞങ്ങൾക്ക് ഒരു മത്സരം പോലും കാഴ്ചവെക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് UDF പോയിരുന്നു. അതിൽ തന്നെ കോൺഗ്രസ് പോയിരുന്നു. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ ഒരിക്കലും സാധ്യത കൽപ്പിക്കാത്ത സീറ്റിനകത്ത്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ സീറ്റിനകത്ത്, തൃക്കരിപ്പൂരും ഉദുമയ്ക്കകത്ത്, മട്ടന്നൂർ സീറ്റിനകത്ത്, തളിപ്പറമ്പിനകത്തൊക്കെ സാധ്യതകൾ കൽപ്പിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ റൂറൽ മണ്ഡലങ്ങൾക്കകത്തേക്ക്, ആലപ്പുഴയ്ക്കകത്ത്, ഈ കൊല്ലത്ത് ഒരു മോശമല്ലാത്ത ഒരവസ്ഥയിലേക്ക്, ഒരു സീറ്റെങ്കിലും അധികം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മധ്യകേരളത്തിനകത്ത് എറണാകുളത്തും പത്തനംതിട്ടയിലും അതുപോലെ തന്നെ മലയോര മേഖല ഇടുക്കിയിലുമൊക്കെ നമ്മൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, കോട്ടയം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം ഫീഡ്ബാക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുക.